തമ്പാനൂർ റെയിൽവേ പോലീസ് ഓഫീസിലേക്ക് ഈ പ്രതിയെ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. എന്റെ എനിക്കറിയില്ല ആരാണെന്ന്. എവിടെ എന്താ അതെ ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നത്. ഞാൻ സീറ്റ് പരിശോധിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കാര്യം ഇപ്പോൾ വൈദ്യപരിശോധനാ നടപടികൾ പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് സംഘം പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്പറാണ് പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. എന്റെ എനിക്കറിയില്ല ആരാണെന്ന്. എവിടെ അതൊരു ബംഗാളിയാണ്. അതെ ഞാൻ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നത്. ഞാൻ സീറ്റ് പരിശോധിക്കുകയാണ്. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, ഇയാൾ പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളിയാണ് ചവിട്ടിയത്, താൻ കണ്ടതാണ്, ഞാനവിടെ ബാത്റൂമിന്റെ അവിടെ നിൽക്കുകയായിരുന്നു എന്നാണ്. പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് പറയുന്നത് ഈ സ്ത്രീക്ക് ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് പറയുന്നത് ഇയാൾ ചവിട്ടി പുറത്തേക്ക് വിടുന്നതായി, പുറത്തേക്ക് ചവിട്ടി ആ സ്ത്രീയെ പുറത്തേക്ക് ചവിട്ടി വിടുന്നതായി കണ്ടു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അതിനുശേഷം തന്നെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു, തന്നെയും പിടിച്ച് പുറത്തേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു. താൻ ആ കമ്പിയിൽ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പുറത്തേക്ക് പോകാറുന്നത്, ഇല്ലെങ്കിൽ താനും ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടേനെ എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇയാളെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആ ബോഗിയിലുണ്ടായിരുന്ന മറ്റാളുകൾ ചേർന്ന് ബലപ്രയോഗത്തോടെ കീഴ്പ്പെടുത്തിയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഇയാൾ തന്നെയാണ് എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കേണ്ടി വരും. മറ്റൊരാളുടെ ഒരു സാന്നിധ്യമോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള സംഭവങ്ങളോ ഒട്ടും ഇല്ലതാനും. ഇനി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാൾ എന്തിനാണ് അത്തരത്തിലുള്ള സംഭവ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പറയുന്ന പോലെ ഈ ജനറൽ കപ്പാർട്ട്മെന്റിന്റെ അടുത്ത് സ്ത്രീകൾ ശുചിമുറിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായോ, എന്തെങ്കിലും സംസാരം ഉണ്ടായോ എന്ന് പറയാൻ പറ്റത്തില്ല. മദ്യപിച്ച് ലഹരിയിലൊക്കെ നിൽക്കുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികം നമുക്ക് ദയവായി തുടരുക. വളരെ പെട്ടെന്ന് മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.